ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് അതുതന്നെയാണ്. കാലവർഷം, പെരുമഴ, ദുരിതം. അപ്പോൾ കാലവർഷം കേരളത്തിലെത്തി എന്ന് സ്ഥിരീകരിക്കണം ഔദ്യോഗികമായി കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 14 ജില്ലകളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തകൾ വിവരങ്ങൾ വെച്ചത്. അലക്സ്, ഈ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴ അത് വേനൽ മഴയാണോ, യഥാർത്ഥ വേനൽ മഴ കാലവർഷം തന്നെയാണോ എന്ന സംശയമുണ്ടായിരുന്നു. എന്തായാലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് കാലവർഷം വരും. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഏത് തീവ്രതയിൽ ഏത് തോതിൽ പെയ്യും എന്നൊരു സൂചന നൽകുന്നുണ്ടോ വകുപ്പ്? അലക്സ്. ഹാഷ്മി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ മെയ് 31 കാലവർഷം എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പക്ഷേ കഴിഞ്ഞൊരു 3 ദിവസമായി സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ലഭിക്കുന്ന മഴ അത് കാലവർഷ സമാനമായ മഴയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സൂചന നൽകിയിരുന്നു. അത് കൃത്യമാണ്. അതിന് പ്രകാരം തന്നെയാണ് ഇന്നത്തെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒരു ദിവസം പ്രഖ്യാപിച്ചതിനും ഒരു ദിവസം മുമ്പെയാണ് കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 5 ദിവസം പരക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് 10 മണിക്ക് വന്ന അലേർട്ടാണ് ഹാഷ്മി. 1 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാം എന്നുള്ളതാണ്. 14 ജില്ലകളിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ യെല്ലോ അലേർട്ടിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിലവിൽ 10 മണിക്ക് വന്ന അലേർട്ടാണ്. 1 മണിക്ക് അലേർട്ടിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റു ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് പരക്കെ മുഴുവൻ ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ശക്തമായ കാറ്റ്, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ടെന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ജാഗ്രത വേണം. ആ പ്രദേശങ്ങളിൽ മഴ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാറ്റലൈറ്റ് റഡാർ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അറബിക്കടലിൽ കാലവർഷ മേഘങ്ങളുടെ സാന്നിധ്യം അത് കൂടുതലായി ഉണ്ട്. പക്ഷേ അവയെ കേരള തീരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള പടിഞ്ഞാറൻ കാറ്റ് ദുർബലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചാൽ അത് തീരദേശ മേഖലയിലും ഒപ്പം ഇടനാടുകളിലും മഴ കനക്കാൻ കാരണമാകും. പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെ കനത്ത മഴയും വെള്ളക്കെട്ടുമൊക്കെ തുടരുകയാണ്. അങ്ങനെ ആ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായാൽ വീണ്ടും ആ മേഖലകളിൽ, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ മലയോര മേഖല, തിരുവനന്തപുരം, കൊല്ലം, ആ മേഖലകളിലൊക്കെ, തെക്കൻ കേരളം, പത്തനംതിട്ട ഒക്കെ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വിദഗ്ധരും പ്രവചിക്കുന്നത്. ഇതിനെ കൂടാതെ ഉള്ള പ്രവചനം പ്രധാനമായി മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അത് അവർ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഹാഷ്മി, പ്രധാനപ്പെട്ട കാര്യം കാലവർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇത്തവണ കാലവർഷം സാധാരണയിലും കൂടുതൽ മഴ കേരളത്തിലും രാജ്യത്ത് പൊതുവെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അലക്സ് റാം മുഹമ്മദാണ് എൻ്റെ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ കാലവർഷം എത്തി. കാലവർഷം എത്തുമ്പോൾ തന്നെ പെരുമഴയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് മഴ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജാഗ്രത, ജാഗ്രത, ജാഗ്രത. മഴ കുറഞ്ഞിട്ടും എറണാകുളത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനായില്ല എന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ 24 പറഞ്ഞു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തു. പാലാരിവട്ടം, കാക്കനാട്, കളമശ്ശേരി, ചങ്ങമ്പുഴ നഗർ റോഡുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. മഴ കനത്താൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയിൽ പലരും വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങി. ഇവിടെ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. ഈ തോട് ചിലപ്പോൾ ബ്ലോക്ക് ആകും. ഇന്നലെ ഈ തോട് ബ്ലോക്ക് ആകും, അത് അവിടെ നിറയെ ചെയ്തുകൊണ്ടാണ് പ്രശ്നം. കയറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പേടിയായി കയറുന്നു. രണ്ടാമത്തെ പടി വരെ എത്തി. ഒരു സംശയം ഉണ്ടായിരുന്നു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ വിശദീകരണവുമായി കോർപ്പറേഷൻ രംഗത്തെത്തി. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനായില്ല. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും പ്രതിസന്ധിയായെന്ന കൊച്ചി മേയർ 24നോട്. ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗൗരവമായ വിമർശനം ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊച്ചി തന്നെ നമ്മളൊരു മെയ് 15 മുമ്പ് തീർക്കണം എന്ന് ധരിച്ചത്, പക്ഷെ അത് തീർന്നില്ല. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ പിഴവ് വന്നിട്ടില്ലെന്ന കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ. ഇങ്ങനെ കണക്റ്റഡ് ആണ് ഈ തോട്. ഓരോ വാർഡ് ബേസ് ചെയ്താണ് ക്ലീൻ ചെയ്തു വരുന്നത്. പിന്നെ അതുപോലെ തോടുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് തോടുകൾ, അതൊക്കെ ക്ലീൻ ചെയ്തതാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. 8 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. വിവരാവകാശ പ്രവർത്തകൻ ഗോവിന്ദ് നമ്പൂതിരി നൽകിയ പരാതിയിലാണ് നടപടി. P&D കോളനി ഫ്ളാറ്റ് സമുച്ചയത്തിലെ ചോർച്ചയുടെ കാരണം കണ്ടെത്താൻ GCDA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി.
അപ്പോൾ എല്ലാ മഴയ്ക്ക് മുമ്പും ഇത്തരം പരിശോധനകൾ നടക്കുന്നതാണ്. എല്ലാ മഴയ്ക്ക് മുമ്പ് മഴക്കാല കുറിച്ച് നടക്കാറില്ല എന്ന സമ്മതിക്കലുണ്ടാവാറുണ്ട്. ഇക്കുറിയും അതിന് മാറ്റമൊന്നുമില്ല. ദുരിതത്തിലാവുന്നത് കൊച്ചിക്കാരെന്ന് മാത്രം. വസന്തകുമാരിക്ക് പറഞ്ഞു, ഹായ് ആഷ്മി, ഇപ്പോഴത്തെ മഴയിൽ നിന്ന് വയനാട് ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്, എന്താണാവോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ലേറ്റായാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാനായിരിക്കും വയനാട്ടെ മഴ. കനത്ത മഴയിൽ ആലപ്പുഴ നഗരത്തിലും വെള്ളം കയറി, കുട്ടനാട്ടിൽ മട വീണു. കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ വെള്ളം കയറുകയാണ്. ആലപ്പുഴയിലും കോട്ടയത്തും വെള്ളക്കെട്ടിൽ വീണ് 2 പേരാണ് മരിച്ചത്. ആർത്തു പെയ്യുന്ന മഴയിൽ ആലപ്പുഴയിൽ ജനജീവിതം അടപടലം അട്ടിമറിഞ്ഞു. ഇന്നും ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലായി. കിഴക്കൻ വെള്ളം കൂടി ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിൽ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. ഇതുവരെ ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. കിഴക്കൻ വെള്ളം എത്തിയതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. പലയിടത്തും ജലനിരപ്പ് അപകടനില കടന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളിൽ 39 എണ്ണം തുറന്നു. തണ്ണീർമുക്കം ബണ്ടിലെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ചേർത്തല പള്ളിപ്പുറത്ത് ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഇടത്തട്ടിൽ 65-കാരനായ അശോകനാണ് മരിച്ചത്. കൈനകരി കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിൽ മട വീണു. കൃഷിയില്ലാതിരുന്നതിനാൽ നാശനഷ്ടമില്ല. രണ്ടാം കൃഷിക്കൊരുക്കിയ പാടശേഖരങ്ങളിൽ മട വീഴുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. കനത്ത മഴ മൂലം എടത്വയിൽ തായങ്കരിക്കും കളങ്ങരയ്ക്കുമുള്ള 2 ബോട്ട് സർവീസുകൾ നിർത്തി. ആലപ്പുഴ നഗരത്തിലടക്കം വെള്ളം കയറിയത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര അരുക്ക് വെള്ളമാണ്. എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരും. കാലൊക്കെ പൊട്ടിയാൽ ഭയങ്കര സ്മെല്ലാണ് ഈ വെള്ളത്തിന്. ഒരു കടയിലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. സ്കൂൾ തുറന്നാൽ ഞങ്ങൾ എങ്ങനെ പോകാനാണ്? ബാഗൊക്കെ ചുമന്ന് ഈ വെള്ളത്തിൽ കൂടെ നീന്തി പോകണം. അവിടെ രോഗിയായ ഞങ്ങൾ 2 പേര് രോഗികളാണ്. അവിടെ ഞങ്ങൾ 2 പേരും അതിനകത്ത് ഇറങ്ങാൻ പറ്റാതെ അതിനകത്ത് ഇരിക്കുവാണ്. ഭർത്താവ് ജോലിക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ്. നിരവധി വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത്. റോഡുകൾ മുങ്ങിയതോടെ ഇതിലെയുള്ള സഞ്ചാരവും ദുഷ്കരമായി. മഴ തുടരുകയാണെങ്കിൽ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. തിരുവാർപ്പ്, ഐമനം, ഇല്ലിക്കൽ, ചെങ്ങളം തുടങ്ങിയ മേഖലകളിലാണ് വെള്ളം കയറുന്നത്. മീനച്ചിലാർ കരകവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായത്. മഴയ്ക്ക് കുറവുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലാണ് വെള്ളം കയറാൻ കാരണം. വീട് കട്ടിലടി വരെ വെള്ളമാണ്. ഞാൻ 44 കൊല്ലമായി. 44 കൊല്ലവും വെള്ളമാണ്. ഞാൻ ഓർത്ത് ഇന്ന് മരണാണ്. കാലവർഷം വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെള്ളം കയറും. ഈ റോഡ് മാത്രമല്ല വെള്ളം കുറവ്, പുറത്തോട്ട് നടക്കാൻ ചെറിയ റോഡുകളൊക്കെ ഭയങ്കര വെള്ളം. ഇതിനോടകം 28 ക്യാമ്പുകൾ തുറന്നു. വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മനീഷ് മഹിബാലിനൊപ്പം ടോബി ജോൺസൺ, 24. ഹരിദാസ് പറയുന്നുണ്ട്, എല്ലാ ഡാമുകളിലെയും ജലനിരപ്പ് എല്ലാ ദിവസവും ജനങ്ങളിലെത്തിക്കാൻ മറക്കേണ്ട ആഷ്മി. ഉറപ്പായും എന്ന് പറഞ്ഞാൽ അങ്ങനെ അപകടകരമായ ജലനിരപ്പിലേക്കൊന്നും ഒരു ഡാമിലും കാര്യങ്ങൾ എത്തുന്നില്ല. വർഷിപ്പ് ചോദിക്കുന്നു, മഴ കനക്കുന്നത് കൊണ്ട് സ്കൂൾ തുറക്കുന്നതിൽ വല്ല മാറ്റവും ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് തോന്നി. ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും അങ്ങനെ ഭീകരമായ മഴയൊക്കെ ആവുകയാണെങ്കിൽ അത്തരത്തിൽ സർക്കാർ ആലോചിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. മഴ കുറഞ്ഞതോടെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിൽ ഒരു ആശ്വാസമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. അതിനിടെ വർക്കല ക്ലിഫിൽ മഴയിൽ വീണ്ടും കുന്നിടിഞ്ഞു. മഴ മാറി നിന്നതോടെ തലസ്ഥാനത്ത് ആശ്വാസം. ദുരിതപ്പെയ്ത്തിൽ മുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങി. നഗരത്തിലെ കുന്നുകുഴി, കാലടി സ്കൂളുകളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇത്ര തലപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വല്ലാത്ത അവസ്ഥയാണ് സർ. കഴിഞ്ഞ പ്രാവശ്യം എന്താ പൊട്ടൽ വീണത്. ഇപ്പം ഇങ്ങോട്ട് വന്ന് ഇത്തിരി കഴിവ് ഇറക്കിയിട്ട് നാറ്റം കണ്ട നാറ്റം കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട്. വെള്ളക്കെട്ട് മുക്കിയ ചാലക്കമ്പോളത്തിലും സ്ഥിതി ശാന്തം. വെള്ളം കയറിയ കടകൾ വൃത്തിയാക്കി കച്ചവടത്തിന് തുറന്നു. പക്ഷേ ഭീതി അകലുന്നില്ല. എങ്ങും എത്താത്ത ഓട നിർമ്മാണം വീണ്ടും വെള്ളത്തിൽ മുക്കുമോ എന്ന ആശങ്ക ബാക്കിയാണ്. മഴ വന്നാൽ സ്ഥിരമായി വെള്ളക്കെട്ട് വരുന്ന സ്ഥലമാണ്. ഈ പണി പൂർത്തീകരിച്ചാൽ നല്ല സുഗമമായി. ഈ മാർക്കറ്റിൽ ഞങ്ങൾക്കുള്ള പരാതി, ഈ മാർക്കറ്റ് പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വർക്കല ക്ലിഫിലെ കുന്ന് ഇടിഞ്ഞത്. 4 മണ്ണിടിഞ്ഞു വീണു. അപകടമുണ്ടായ സ്ഥലത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. ജില്ലയിലാകെ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 66 പേരാണ് ഉള്ളത്. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെള്ളക്കെട്ടിൽ വീണ്ടും ജലാശയങ്ങൾ വീണുമൊക്കെ മരിക്കുന്നവരുടെ എണ്ണം ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. അപ്പം ഉറപ്പായും ഇനി വരും ദിവസങ്ങൾ മഴയുടെ ദിവസം തന്നെയാണ്. സൂക്ഷിക്കുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നൊരു വാർത്ത, വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച എന്നൊരു വാർത്ത വരുന്നു. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് സംഭവം. 3 പേർ പിടിയിലാണ്. 4 അംഗ സംഘം തോക്കുമായി എത്തി മർദ്ദിച്ചത് ലോട്ടറി കട നടത്തുന്നയാളെ എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഗുണ്ടാവാഴ്ചകളുടെ ഒരു കാലമാണ്, ഒരു കെട്ടകാലമാണ്. അപ്പോൾ ഉറപ്പായും അത്തരം വാർത്തകൾ അപ്രതീക്ഷിതമല്ല കേട്ടോ. മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജിന് മറുപടിയുമായി ഡോക്ടർ ടി എം തോമസ് ഐസക്. ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും രണ്ടാണ്. ഇരു കമ്പനികളുമായി ബന്ധമില്ലെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കള്ളക്കഥയ്ക്ക് പിന്നിൽ ആരാണെന്നും കുഴൽനാടൻ കേസിലേതുപോലെ ഇതിലും തീർപ്പുണ്ടാകണമെന്നും തോമസ് ഐസക് പറഞ്ഞു. MG പ്രദേശ് വിവരങ്ങളുമായി ചേർന്നു. പ്രദേശ്, ഐസക് പറയുകയാണ്, ആ ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത്,
കോടതിയിൽ അതിനൊരു തീർപ്പുണ്ടാവണം എന്ന് പറയുകയാണ് പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ഷോൺ ജോർജിന്റെ ആരോപണത്തിനാണ് ഇപ്പോൾ മറുപടിയുമായി മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷോൺ ജോർജിന് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം വീണ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. എന്നാൽ ഈ ആരോപണമായി ഉന്നയിക്കുന്ന ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ്. അതായത് ഈ രണ്ട് കമ്പനിയാണ് എന്നതാണ് തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത് കാര്യം. മറ്റൊന്ന്, ഈ ദുബായ് കമ്പനിക്ക് നിലവിൽ 5 കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത്. 3 UAE-ലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ്. ഈ ബാംഗ്ലൂരിൽ ഉള്ള കോർപ്പറേറ്റ് ഓഫീസിന്റെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതായത് ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ദുബായ് കമ്പനി തന്നെ തള്ളിയിട്ടുണ്ട്. തങ്ങൾക്ക് ഈ വീണ വിജയന്റെ കമ്പനിയുമായി യാതൊരു ബന്ധമില്ലെന്ന് ദുബായ് കമ്പനി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കള്ളക്കഥ എന്തിനു മെനഞ്ഞു എന്നതാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ കോടതി അനുവദിക്കരുതെന്നും മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ ഉണ്ടായതുപോലുള്ള ഒരു തിരിച്ചടി ഈ കേസിലും ഉണ്ടാകണമെന്നതാണ് തോമസ് ഐസക് പറയുന്ന കാര്യം. ഓക്കെ, MG പ്രതീക്ഷാണ് ആ വാർത്തയുടെ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ എന്തായാലും ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഉപഹർജി. അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ പ്രധാന ആവശ്യത്തിന് പ്രസക്തിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞ് പരാതികളുണ്ടെങ്കിൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നും പറയുകയാണ് കോടതി. കോടതി ഉത്തരവ് പ്രകാരമുള്ള SFIO അന്വേഷണത്തിന്റെ ഭാഗമായി പണമിടപാടും പരിശോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വീണ വിജയനും ബന്ധു M സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നതിനാൽ ഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം കഴിഞ്ഞിട്ടും പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി കേസിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടായിരുന്നു ഉപഹർജി. വിവാദ കമ്പനികളായ SNC ലാവലിൻ, PwC എന്നിവയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അബുദാബിയിലെ അക്കൗണ്ടിലെത്തിയെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചത്. അതേസമയം SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ജൂലൈ 15 മാറ്റി. 24 കൊച്ചി. ഇപ്പോൾ വടകര പയ്യോളി കൊയിലാണ്ടി മേഖലയിൽ കനത്ത മഴയാണെന്ന് പറയുന്നു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ട്. അതിനൊന്ന് മറ്റൊരു വാർത്ത, പത്തനംതിട്ട ഏഴംകുളത്ത് കാറിന് മുകളിലേക്ക് ഒരു മരക്കമ്പ് പൊട്ടിവീണ് അപകടമുണ്ടായി. ഏഴംകുളം LP സ്കൂളിനടുത്തുള്ള മാവിന്റെ കൊമ്പാണ് പൊട്ടിവീണത്. കാർ വേഗത കുറവായതിനാൽ അപകടമൊഴിവായി യാത്രക്കാർ സുരക്ഷിതരാണ്. ഭാഗ്യം. കള്ളക്കേസിൽ കടുത്ത പ്രതിഷേധം. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദിവാസി ഊരുകളിൽ നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സിനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരെയും പരിസ്ഥിതി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിരവധി പോലീസുകാരെ അണിനിരത്തിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പിന്നാലെ മാർച്ച് അടിച്ചുതൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആയുധമായിയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ചാലക്കുടിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്.
24 തൃശൂർ. വത്സം പട്ടും പറയുകയാണ്, എത്ര കൊടുത്തു ആദിവാസികൾക്ക്, പാവങ്ങളെ പറ്റിക്കല്ലേ, കുപ്പിയും കോഴിക്കാലും കൊടുക്കാൻ മറക്കരുത്, തെറ്റ് ചെയ്തവൻ എത്ര വലിയവനല്ലാത്തതെന്നും വത്സൻ പട്ടുവും എന്നൊരാൾ പറഞ്ഞു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധതയും എത്രമാത്രം വെറുപ്പും ഉള്ളിൽ പേറിയിട്ടാണ് വത്സൻ പട്ടുവത്തിനെ പോലുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഒരു മെസ്സേജ് ഇടാൻ കഴിയുക. എന്താണ്, കുപ്പിയും കള്ളും കോഴിക്കാലും കൊടുത്താൽ മാത്രമേ ആദിവാസികൾ സമരമുഖത്തേക്ക് ഇറങ്ങുള്ളൂ എന്നാണ് ഇത്തരക്കാരുടെ ധാരണ എന്നാണ് കരുതേണ്ടത്. ഈ വത്സൻ പട്ടുവത്തിലെ പോലെയുള്ള റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ ആനന്ദ നൃത്തമാടുന്ന ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. TR സോമസുന്ദരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. അത് റൂബിൻ്റെ മുത്തശ്ശനാണ്. സ്വാതന്ത്ര്യസമര സേനാനിയാണ്. ചാലക്കുടിയിൽ CPM ഒക്കെ ഒരുപാട് ജയിൽവാസം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് മർദ്ദനമേറ്റ് ചാലക്കുടിയിൽ CPM കെട്ടിപ്പടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് സോമസുന്ദരം. അദ്ദേഹത്തിൻ്റെ മകൻ മണിലാലാണ്, അതായത് റൂബിൻ്റെ അച്ഛൻ. മണിലാൽ ഈ പറഞ്ഞ ആദിവാസി മേഖലകളിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതുപോലും ആദിവാസികൾക്ക് വേണ്ടി കൊടുക്കുകയും അക്കാലത്താണ് ആദിവാസികൾക്ക് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഈ മണിലാൽ എന്ന് പറയുന്ന റൂബിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഒരു വലിയ ജനസംഖ്യ വരികയും ആദിവാസി ഊരുകളിലടക്കം വലിയ കരച്ചിൽ ഉയരം ചെയ്ത മരണമാണ് ഈ റൂബിൻ്റെ അച്ഛൻ മണിലാലിൻ്റെ മരണം. അതിനുശേഷം റൂബിൻ ലാൽ ഈ ആദിവാസി മേഖലകളിൽ ഈ പറഞ്ഞ നമ്മളൊന്നും കടന്നു പോകാൻ കഴിയാത്ത വനം വകുപ്പ് തിരിഞ്ഞുപോലും നോക്കാത്ത ഈ വീരാങ്കുടി പോലുള്ള ഊരുകളിൽ അവിടെ പോയി. ഇന്നലെ വീരാങ്കുടി ഊരിനകത്ത് വലിയ പ്രതിഷേധം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ റൂബിനെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞ് പാവങ്ങൾ അവിടുത്തെ ആദിവാസികൾ അവർക്ക് പറ്റുന്ന പോലെ ആ എല്ലാവരും കൂടി ചേർന്ന് റൂബിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമാനതകളില്ലാത്തൊരു സമരം നമ്മൾ ആ ഊരിനകത്ത് കണ്ടു. അതിൻ്റെ തുടർച്ചയിലാണ്. അല്ലാതെ ഈ വത്സൻ പട്ടുവത്തിനെ പോലെയുള്ള തെമ്മാടികൾ അല്ലെങ്കിൽ മനുഷ്യദ്രോഹികൾ പറയുന്നത് പോലെയല്ല കഥ. ആന്ധ്രാപ്രദേശിൽ NSU ദേശീയ നേതാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി രാജ് സമ്പത് കുമാറാണ് മരിച്ചത്. ആന്ധ്ര ധർമ്മവാരത്തെ തടാകക്കരയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്ന് രാവിലെ 8:30 തടാകക്കരയിലെത്തിയ ആളുകളാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് രാജ് സമ്പത് കുമാറാണെന്ന് മനസ്സിലായത്. മൃതദേഹത്തിൽ വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. ധാരാളം പരിക്കുകളുമുണ്ട്. ഹിന്ദുപൂർ സ്വദേശിയാണ് രാജ് സമ്പത് കുമാർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഹിന്ദുപൂരിലെ ഒരു അഭിഭാഷകനുമായിട്ടായിരുന്നു തർക്കം. ഇയാളെ ആക്രമിച്ച കേസിൽ രാജ് സമ്പത്ത് നേരത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ഭൂമാഫിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ സിഗ്നലുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. 24 ചെന്നൈ. മിനി ബാബു പറയുന്നു, ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു റൂബിൻ ലാലിന് വേണ്ടി എന്ന് പറയുന്നു. താങ്ക് യു മിനി ബാബു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിൽ ഇന്ന് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. BJPക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നതാണ് വിധിയെഴുത്തിനൊരുങ്ങുന്ന മണ്ഡലങ്ങൾ. അതേസമയം മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം രാഷ്ട്രീയായുധമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഏഴ് ഘട്ടങ്ങളിലായി നടന്ന 2.5 മാസത്തെ ചൂടേറിയ പ്രചാരണത്തിനാണ് ഇന്ന് കലാശക്കൊട്ട്. 8 സംസ്ഥാനങ്ങളിലായി 57 മണ്ഡലങ്ങളാണ് ഏഴാമത്തേതും അവസാനത്തേതുമായ വിധിയെഴുത്തിനൊരുങ്ങുന്നത്. BJPയുടെ ശക്തി കേന്ദ്രമായ പ്രധാനമന്ത്രിയുടെ മണ്ഡലം വാരാണസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖല, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനമുള്ള കൊൽക്കത്ത ഉൾപ്പെടുന്ന മേഖലകൾ എന്നിവയും മറ്റന്നാൾ വിധിയെഴുതും. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത പ്രത്യാഘാതമുണ്ടാക്കിയ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്ന പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ അവസാനത്തെ പ്രചാരണം പഞ്ചാബ്, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ്. പ്രിയങ്ക ഗാന്ധി ഹിമാചലിലും പ്രചാരണത്തിനായി രംഗത്തുണ്ട്. 24 ഡൽഹി. 3 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലെത്തുക. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു. ധ്യാനത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ എത്തുന്നത്. 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 3:55 ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക്, 4:35 കന്യാകുമാരി ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി 5 മണിയോടെ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ധ്യാനത്തിലിരുന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രിയും ധ്യാനം ചെയ്യുക. വിവേകാനന്ദ പാറയുടെ നിയന്ത്രണം SPG ഏറ്റെടുത്തു. ഇന്നലെ മുതൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ പൂർണ്ണമായി അവിടെ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച വൈകിട്ടാണ് വിവേകാനന്ദ പാറയിൽ നിന്ന് മടങ്ങുക. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തിന് ശേഷമേ പ്രധാനമന്ത്രി ധ്യാനം തുടങ്ങൂ. 2000-ഓളം പോലീസുകാരെയാണ് കടലിലും കരയിലുമായി വിന്യസിച്ചിട്ടുള്ളത്.
കടലിൽ കോസ്റ്റ് ഗാർഡും നേവിയും സുരക്ഷ ശക്തമാക്കി. ഇതിനിടെ ധ്യാനത്തിനെതിരെ കോൺഗ്രസ് സമർപ്പിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 3 ദിവസത്തെ ധ്യാനത്തിന് പോകുന്ന പ്രധാനമന്ത്രിയുടെ നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കന്യാകുമാരി ക്ഷേത്ര ദർശനത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഏകാന്ത ധ്യാനത്തിന് തുടക്കമാകുന്നത്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ കന്യാകുമാരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കും നേരിയ നിയന്ത്രണമുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ജിനോസ് രാജിനും സതീഷ് ബാബുവിനൊപ്പം വി എ ഗിരീഷ്, 24. രാജേന്ദ്രൻ വേല പറയുകയാണ്, ഹാഷ്മി മഴയ്ക്ക് മുമ്പ് മുൻകരുതലെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും അനാസ്ഥ കാട്ടി, കെടുതിക്ക് കാരണം അതാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ മഴ നേരത്തെ എത്തും എന്ന് ആർക്കും അറിയാത്തതൊന്നുമല്ല. നമ്മൾ നാട്ടുഭാഷയിൽ സാമട്ട് എന്ന് പറയല്ലേ, സാമട്ടിൽ വലിയ ഗൗരവമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അത് തന്നെയാണ് കാരണമെന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടല്ലോ. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിലാണ് മഴ പെയ്തത്. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി, ഗതാഗതം തടസ്സപ്പെട്ടു. രാഹുൽ സുരേഷാണ് വാർത്തയോട് വിവരിച്ചത്. രാഹുൽ, ഈ മഴ ഇത്ര തുടങ്ങിയിട്ട് മലബാർ മേഖലയിൽ അങ്ങനെ ഭീകര മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. എന്തായാലും മഴ അങ്ങോട്ടേക്കും കടുക്കുകയാണോ? തീർച്ചയായിട്ടും ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചിരുന്നെങ്കിലും ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ കനത്ത മഴയാണ് വടകര, കൊയിലാണ്ടി, പയ്യോളി മേഖലകളിൽ ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശീയപാതയുടെ അവസ്ഥയാണ്. ദേശീയപാതയിൽ കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറായി കനത്ത മഴയാണ് ഈ മേഖലകളിൽ പെയ്തത്. അതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വെള്ളക്കെട്ടിൽ ഒരു വാഹനം അകപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ മണിക്കൂറുകളായി ഇവിടെ സ്തംഭിച്ചൊരു അവസ്ഥ കൂടിയാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ നിന്നും വഴിതിരിച്ച് വിടുകയാണ്. അതായത് പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഇവിടെ വഴിപണി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഈ ഡിവൈഡറുകൾ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മാറ്റിയ ശേഷം ഇവിടെ നിന്നും വാഹനങ്ങൾ പേരാമ്പ്ര വഴി കടത്തിവിടാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേരാമ്പ്ര വഴിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാതയ്ക്ക് വീതി കുറവുള്ള ഒരു പാത കൂടിയാണ്. അപ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പേരാമ്പ്ര പാതയിലും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തും. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നിലവിൽ കനത്ത മഴയ്ക്കൊരു ശമനം ഉണ്ട്. ഇപ്പോൾ മേഘം മൂടിയ കാലാവസ്ഥ കൂടിയാണെങ്കിൽ കൂടി മഴ ഇപ്പോൾ ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം ഇറങ്ങാതെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 മണിക്കൂറിലധികമായി ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്താണെങ്കിലും നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ മണിക്കൂർ എങ്ങനെയായിരുന്നു? ശക്തമായ മഴയായിരുന്നു അല്ലേ? മഴയായിരുന്നു ശക്തമായ. എന്താണ് ഈ വാഹനങ്ങൾ എങ്ങനെ കടത്തിവിടാൻ, ഏത് വഴിയാണ് ഇനി കടത്തിവിടാൻ പോകുന്നത്? ഇപ്പോൾ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പയ്യോളിക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ള പരിപാടിയാണ്. വല്ലാത്ത വാഹനങ്ങൾ ഇതിപ്പോ ഉള്ള സൗകര്യം നോക്കിയിട്ട് ചെറിയ വാഹനങ്ങൾ ഇതിൽ തന്നെ വിടാം. അതായത് പയ്യോളി ടൗണിലെത്തി പേരാമ്പ്ര വഴിയാണോ? ഓക്കെ, അതിലെ ഒരു സൗകര്യമുള്ളത്, വേറെ വഴിയൊന്നുമില്ല. വേറെ വഴികളൊന്നും വേറെ പള്ളിക്കര വഴി, പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിൽ നടുവണ്ടൊരു വഴി, ഇരിങ്ങത്ത് നടുവണ്ടൊരു വഴി, അതൊക്കെ വഴികളുള്ളൂ. തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഡിവൈഡറുകൾ മാറ്റിയ ശേഷം ഈ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ളൊരു ശ്രമമാണ്. ഈ ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിയാൻ എന്താണെങ്കിലും ഇനിയും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യ യാത്രക്കാരെ പരമാവധി മറ്റു വഴികളിലൂടെ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വീണ്ടും മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടിയാണ് ഇവിടെ ഉള്ളത്. ഹാഷ്മി, രാഹുൽ സുരേഷാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ മേഖലയിൽ അങ്ങനെ ഭീകര മഴ പെയ്തിരുന്നില്ല. എന്തായാലും അവിടെയും മഴ തുടങ്ങുകയാണ്. ഇതാ വരുന്നത്. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കൊണ്ടതുപോലുള്ള ഭീകര മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി കാര്യമായ നല്ല കാതലായ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂക്ഷിക്കുക, ജാഗ്രത. ഇനിയിപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഘട്ടം 1 മാത്രം ബാക്കി നിൽക്കെ മല്ലികാർജ്ജുൻ ഖർഗെ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ്, ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന് കിട്ടും. മഹാത്മാഗാന്ധി അപമാനിച്ച മോദിയുടെ നടപടി തെറ്റ്. ഗാന്ധിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പഠിക്കണം. ലോകത്തിന് ഗാന്ധി അറിയാം എന്നൊക്കെ പറയുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും ഒക്കെയുള്ള വാർത്താ സമ്മേളനത്തിൽ. മോദിയുടെ ഗാന്ധി പരാമർശം ഞെട്ടലുണ്ടാക്കി. ഗാന്ധി, അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെ ലോകം മുഴുവൻ അറിയാം, മോദിക്ക് അറിയാൻ സാധ്യതയില്ല. മോദിക്ക് ജനാധിപത്യത്തെക്കുറിച്ചും അറിയില്ല എന്നൊക്കെ നേരത്തെ ഗാന്ധി ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ തെറ്റായ പരാമർശത്തിൽ പ്രതികരണം അറിയിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാൻ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. അലക്സ് മുഹമ്മദ്. അലക്സ്, അപ്പോൾ നല്ല മഴക്കാലം അല്ലേ? അലക്സ് കേൾക്കാമോ?
ഹാഷ്മി, തീർച്ചയായും അതായത് കാലവർഷം എത്തി, അതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്ത് പരക്കെ മഴ തുടരും, അതും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 1 മണിക്ക് അലേർട്ട് വരുന്നുണ്ട്. 1 മണിക്കുള്ള അലേർട്ടിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം അടുത്ത 5 ദിവസവും പരക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ ആ ജില്ലകളിൽ തുടരും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ മഴ തുടരുന്ന മേഖലകളാണ്. ആ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്നും നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ, അത് അതിശക്തമായ മഴയാണ്, അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്. മലയോര മേഖലകളിൽ മഴ കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ബാക്കി 11 ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ 11 ജില്ലകളിൽ തുടരുമെന്ന് പറയുന്നു. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലവർഷം എത്തി എന്ന പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കർശനമായ ജാഗ്രത അടുത്ത ദിവസങ്ങളിൽ പൊതുജനങ്ങൾ തുടരേണ്ടതുണ്ട്. ഹാഷ്മി. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ അലർട്ട് നൽകിയത്. ഈ കാലത്ത് ട്രോളിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിരോധനത്തിനൊക്കെ മുമ്പേ വറുതിയിലാകുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്. തീരദേശ മേഖലയിലെ സഹോദരങ്ങളാണ്. കാലാവസ്ഥാ മാറ്റവും മത്സ്യലഭ്യതയുടെ കുറവുമാണ് ദുരിതത്തിന് കാരണം. സർക്കാർ സഹായം നേരത്തെ വേണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വറുതിയുടെ കാലമാണ്. പക്ഷേ ഇക്കൊല്ലം കാലാവസ്ഥ കൂടി ചതിച്ചതോടെ 2 മാസമായി ദുരിതത്തിലാണിവർ. അത്യുഷ്ണം മത്സ്യസമ്പത്ത് ഗണ്യമായി കുറച്ചു. വറുതിക്കാലത്തേക്കുള്ള നീക്കിയിരിപ്പും ഇതോടെ ഇല്ലാതായി. കഴിഞ്ഞുപോയ 15 കൊല്ലത്തിന് ശേഷം ഇതുപോലെ ഒരു വറുതി മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടില്ല, അവരുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. 41 ഡിഗ്രി വരെ ഹീറ്റാണ് ഇവിടെ ഉണ്ടായത്. ഇതുമൂലം അറേബ്യൻ കടലിൻ്റെ തീരക്കടലിൽ മത്സ്യസമ്പത്തിന് നിൽക്കുവാനുള്ള സാഹചര്യമില്ല. വേനൽ മഴയിൽ ചാകര കൊയ്യാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കടൽക്കാറ്റ് കലിതുള്ളിയതും കാറ്റ് കടുത്തതും മത്സ്യബന്ധനത്തിന് തടസ്സമായി. സുരക്ഷ കണക്കിലെടുത്ത് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. ഇനിയുള്ള പ്രതീക്ഷ ട്രോളിംഗ് നിരോധന കാലത്തിന് ശേഷമുള്ള ദിനങ്ങളാണ്. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വെള്ളം മാത്രമേ ട്രോളിംഗ് നിരോധന സമയത്ത് ഇത്തവണ അനുവദിക്കൂ. കഴിഞ്ഞ 3-4 മാസം വളരെ മോശമായിരുന്നു, തീരം പട്ടിണിയായിരുന്നു. അപ്പോൾ ഇനിയാണ് എന്തെങ്കിലും വെള്ളം ലഭിക്കാൻ പോകേണ്ടത്. ആ സമയങ്ങളിൽ കുറച്ച് ഭാഗത്തുള്ള മത്സ്യങ്ങളെ കൊല്ലം ജില്ലയിൽ വിട്ട് മറ്റു ആലപ്പുഴ, തിരുവനന്തപുരം ജില്ല, അതുപോലെ അന്യ സംസ്ഥാന വള്ളങ്ങൾ എല്ലാം ഇവിടെ കേന്ദ്രീകരിക്കുമ്പോൾ ഉള്ള മത്സ്യം തുച്ഛമായ ദിവസങ്ങളിൽ പിടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ മദർ വള്ളവും കാരിയർ വള്ളവും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ച് റിട്ടേൺ വിടാതിരിക്കാനുള്ള വലിയ പരിശ്രമം നടത്തി കഴിഞ്ഞാൽ കുറേ മത്സ്യസമ്പത്തെങ്കിലും സംരക്ഷിക്കാൻ കഴിയും. തീരത്തെ ദുരിതമകറ്റാൻ സർക്കാർ ഇടപെടലുകൾ വേഗത്തിൽ വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ജൂൺ 10 മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നത്. 24 കൊല്ലം. ഡോക്ടർ ശശി തരൂർ എംപിയുടെ സ്റ്റാഫ് അംഗം സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് പിടിയിൽ. ശിവകുമാർ പ്രസാദ് അടക്കം 2 പേരാണ് ഡൽഹി വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിനിടെ പിടിയിലായത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തരൂരിന്റെ പ്രതികരണം. CPIM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണി എന്ന വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. സ്വർണ്ണക്കടത്തുകാരെ മനസ്സിലായെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് 500 ഗ്രാം സ്വർണവുമായി ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വിദേശത്തു നിന്നെത്തിയ ആളുടെ പക്കൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് കസ്റ്റംസ് അറിയിച്ചു. എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വിവരമറിഞ്ഞത് ഞെട്ടലോടെയാണെന്നും 72-കാരനായ ഇദ്ദേഹത്തെ വിരമിച്ച ശേഷവും അനുകമ്പയുടെ പുറത്ത് തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്നും തരൂർ പ്രതികരിച്ചു. तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे जरा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य उनको करने देते हैं. मैं ये न्यूज से बिल्कुल शॉक्ड हूं. तो इसलिए मैंने कहा कि जो भी अथॉरिटीज को करना है उनको करने दीजिए, मुझे तो इसमें कोई बंधन नहीं है. സ്വർണം കടത്തുന്നത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു കാര്യം മനസ്സിലായില്ലേ, സ്വർണ്ണം എല്ലാം കടത്തിക്കൊണ്ടുവരുന്നതും ബന്ധപ്പെടുന്നതും ആരൊക്കെയാണെന്ന് ഇവിടെ വലിയ കോലാഹലമായിട്ട് ഒരു ഗ്രാം ആയിരിക്കും പിടിക്കാൻ പറ്റിയില്ലല്ലോ. CPIM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യ ഏജന്റ് കുടുംബസമേതം മുങ്ങി. കുമ്പളങ്ങി സൗത്ത് സ്വദേശി ഷാജിയാണ് പോലീസ് FIR ഇട്ടതിന് പിന്നാലെ രക്ഷപ്പെട്ടത്.
വൃക്ക കച്ചവടം ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരായ പരാതി. കേസിലെ മുഖ്യപ്രതി സബിത് നാസറിനെയും ഇടനിലക്കാരൻ സജിത് ശ്യാമിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി കുമ്പളങ്ങി സൌത്ത് സ്വദേശി ഷാജിയുടെ വീടാണിത്. യുവതിയുടെ വൃക്ക കച്ചവടം ചെയ്ത ശേഷം പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഷാജി കുടുംബസമേതം മുങ്ങിയത്. അവയവ കച്ചവടത്തിനായി കൊണ്ടുവരുന്ന ആളുകളെ താമസിപ്പിക്കുന്നതിനായി ഷാജി സ്വന്തമായി ഹോം സ്റ്റേ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിലാണ് ഇയാൾ ഇടപെടൽ നടത്തിയിരുന്നത്. ഷാജിക്കെതിരെ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തതോടെ ഹൈദരാബാദിലേക്ക് കടന്നതായാണ് സംശയം. ഇയാൾക്ക് പ്രാദേശിക രാഷ്ട്രീയ സഹായങ്ങൾ ലഭിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. അതേസമയം അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സബിത് നാസറിനെയും സജിത് ശ്യാമിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവയവ കച്ചവടത്തിനായി ഇവർ ഇറാനിലേക്ക് കൊണ്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളികളായ ചിലർ തിരികെ എത്തിയിട്ടില്ല എന്നതിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. വൃക്ക കച്ചവടത്തിനായി കൊണ്ടുപോയ ആളുകളുടെ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇവർ ഇരകളറിയാതെ കച്ചവടം നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിൽ പ്രതികളാകുമോ എന്ന് ഭയന്ന് വിവരം നൽകാത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകനെന്ന മറയുണ്ടാക്കിയാണ് അവയവക്കടത്ത് കേസിലെ മുഖ്യ ഏജന്റ് ഷാജി ഇരകളെ കണ്ടെത്തിയിരുന്നത്. പരാതികൾ നിരവധിയുണ്ടായിട്ടും ഷാജിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണവും ഉയരുകയാണ്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കിരൺ പറയുന്ന റോഡ് ഉണ്ടാക്കുമ്പോൾ ഇത്ര വീതി, ഇത്ര ആഴമുള്ള ഡ്രെയിനേജ്, കേബിൾ ഇടാൻ ഇത്ര സ്ഥലം, പോസ്റ്റ് വെക്കാൻ ഇന്ന സ്ഥലം എന്ന് റൂൾ ഉണ്ടാക്കുക. കേരളത്തിൽ മൊത്തം ഒരു റൂൾ മതി. പോക്കറ്റ് റോഡെല്ലാം ഒരുപോലെ ആവട്ടെ മെയിൻ റോഡ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള റൂളുകളൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് നല്ല നിർദ്ദേശമാണ്. അനൂപാർഡി ഹാഷ്മിയുടെ വത്സരമുള്ള ശകാരം അതിര് കടന്നു. വേറെ നല്ല എന്താണ് ശകാരമായിരുന്നില്ലെന്നേ അത് പറഞ്ഞത്. എന്താണ് ആ പറയുന്ന പ്രേക്ഷകൻ, നമ്മുടെ വത്സൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറഞ്ഞത് ആദിവാസികൾ സമരത്തിനിറങ്ങിയത് കള്ളും കോഴിക്കാലും കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അതെന്ത് വർത്താനമാണ് കേട്ടോ, അവർ ന്യായീകരിക്കല്ലേ, കഷ്ടമാണ്. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി HD രേവണ്ണ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെ തെളിവില്ലാതെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതേസമയം വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണ ഇന്ന് രാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തിയേക്കും. ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം HD രേവണ്ണയെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒരാഴ്ചത്തെ ജയിൽവാസത്തിനു ശേഷം രേവണ്ണയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ കേസുകൾ അവസാനിപ്പിക്കണമെന്നാണ് HD രേവണ്ണയുടെ ആവശ്യം. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ തെളിവുകളില്ലാതെ കെട്ടിച്ചമച്ച കേസാണെന്നാണ് ഹർജിയിലെ വാദം. അതിനിടെ രേവണ്ണയ്ക്ക് ബംഗളൂരുവിലെ പ്രത്യേക കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘവും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 2 ഹർജികളും തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം ബംഗളൂരുവിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്രജ്വൽ രേവണ്ണ ഇന്ന് രാത്രി തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പ്രജ്വൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കും. ബ്ലൂ കോർണർ നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ പ്രജ്വൽ രാജ്യത്തെ മറ്റേതെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തിയാലും അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കും. അറസ്റ്റ് ഒഴിവാക്കാൻ പ്രജ്വൽ രേവണ്ണ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത് പ്രജ്വലിന് തിരിച്ചടിയായി. 24 ബംഗളൂരു. വിനോദ് കുമാർ പി പറയാണ്, നാട്ടിൽ നടക്കുന്നത് ജനങ്ങളെ അറിയിക്കാൻ മാധ്യമപ്രവർത്തകരുണ്ട്. കാട്ടിൽ നടക്കുന്നത് ആരറിഞ്ഞു? ഇത്തരം കാട്ടുകള്ളന്മാരെ കയ്യിൽ കാടിന്റെ ചുമതല ഏൽപ്പിച്ചാൽ കാട് വിഴുങ്ങും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള ചുരുക്കം കണ്ണും കാതും തുറന്നിരിക്കുന്നവരിൽ ഒരാളാണ് റൂബിൻലാൽ. അപ്പോൾ റൂബിൻലാലിൻ്റെ അവസ്ഥ അറിയാലോ. അപ്പോൾ വിനോദ് കുമാർ പി പറയുന്നതിൽ കഥയും കഴമ്പുമുണ്ട്. വിഷു ബമ്പർ 1ാം സമ്മാനം ആലപ്പുഴ ജില്ലയ്ക്ക് തന്നെ. പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ഭാഗ്യശാലി. തൃക്കാർത്തിക ലോട്ടറി ഏജൻസിക്കാണ് ടിക്കറ്റ് വിറ്റത്. പതിവായി ലോട്ടറി എടുക്കുമായിരുന്നു എന്ന് വിശ്വംഭരൻ പറഞ്ഞു. ബമ്പർ അടിച്ച് ഇന്നലെ വിശ്വംഭരന് മറ്റൊരു ടിക്കറ്റിന് 5000 രൂപയും അടിച്ചു. എടുക്കും, ആഴ്ചയിൽ ഒരു 3-4 ഒക്കെ എടുക്കും. അപ്പോൾ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. പഴയ വീടൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ ചേട്ടൻ്റെ മക്കള് ചേച്ചിയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്, ഇനി പഠിച്ചൊക്കെ വരണം. 2 പിള്ളേരൊക്കെ ഉണ്ട്. അവർ പഠിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. മനീഷ് മഹിബാൽ ചെയ്യുന്നു. മനീഷ്, ഇവിടെ ലോട്ടറി എടുത്ത 500 രൂപ അടിക്കാൻ കിടന്ന് കട്ടകടിയാണ്. അപ്പോൾ വിശ്വംഭരൻ ചേട്ടന് 1ാം സമ്മാനം കൂടെ 5000 രൂപ. ഭാഗ്യവാൻ. ഹാഷ്മി, ഏറ്റവും രസകരമായ കാര്യം ഈ സമ്മാനത്തിൻ്റെ കാര്യം പുള്ളി അറിയുന്നത് പോലും ഇന്നലെ രാത്രിയിലാണ്. എല്ലാവരും സമ്മാനത്തിൻ്റെ ആളെ തപ്പി നടക്കുമ്പോൾ, ഭാഗ്യശാലി ആരാണെന്ന് തപ്പി നടക്കുമ്പോഴും യഥാർത്ഥ ഭാഗ്യശാലി ഈ വിവരം അറിയുന്നത് രാത്രി വീട്ടിലെത്തിയ ശേഷം വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഈ വീടിൻ്റെ വാതിക്കലത്തെ കടയിൽ തന്നെയാണ് ഈ സമ്മാനം അടിച്ച കട, അവിടെയാണ് ജയ എന്ന് പറയുന്ന ഒരു ചില്ലറ വിൽപ്പനക്കാരിയാണ് വിറ്റത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംശയം തോന്നി ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം
ഈ വിവരം നോക്കിയത്, ഈ ലോട്ടറി ടിക്കറ്റ് നോക്കിയതെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് ഭാഗ്യശാലി ആരാണെന്ന് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കൈതവനയിലെ ഈ ഏജൻസി, ജയകുമാർ എന്ന ഏജൻസിയുടെ ഉടമ, കൈതവനക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കടയിലെത്തിയ സമയത്താണ് അദ്ദേഹം രഹസ്യമായി തന്നെ, ഇത് ആരും അറിയാതെ അവിടെ എത്താനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇത് അവിടെയുള്ള ആളുകൾ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞു, മാധ്യമ പ്രവർത്തകരടക്കം എല്ലാവരും അറിഞ്ഞ് അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തു. അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം RPF നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇത്തിരി നേരത്തെ വിരമിച്ച ശേഷം പിന്നീട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലി ചെയ്യുകയായിരുന്നു. കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ പെൻഷൻ തുകയിൽ മാത്രം ജീവിതം കൊണ്ടുപോവുകയായിരുന്നു. ലളിതമായ ജീവിതം മാത്രമായിരുന്നു നയിക്കുന്നത്. വസ്ത്രം വാങ്ങാൻ മാത്രം ആയിരുന്നു അദ്ദേഹത്തിന് പൈസ വേണ്ടി വന്നിരുന്നത്. ഈ തുക അടിച്ചതിൽ 7.5 കോടിയോളം രൂപ നിലവിൽ ഇദ്ദേഹത്തിന് ലഭിക്കും. ഈ 12 കോടിയിൽ എല്ലാ ടാക്സും കഴിഞ്ഞ് 7 കോടി രൂപയോളം കയ്യിൽ ലഭിക്കും. 1 കോടി 20 ലക്ഷം രൂപയാണ് ഏജന്റായ അനിൽകുമാറിന് ലഭിക്കുക. അനിൽകുമാർ ഈ 1 കോടി 20 ലക്ഷം രൂപയിൽ പകുതി അത് ചില്ലറ വിൽപ്പനക്കാരിയായ ജയയ്ക്ക് കൈമാറും. ജയയാണ് ജയ ആകെ എടുത്ത 40 ടിക്കറ്റാണ്. ഈ 40 ടിക്കറ്റിൽ ഒന്നാണ് ഈ ഭാഗ്യശാലിയായിട്ടുള്ള വിഷു ബമ്പർ അടിച്ചിട്ടുള്ള വിശ്വംഭരൻ മേടിച്ചത്. അതുകൊണ്ട് ജയയ്ക്ക് പകുതി തുക കൈമാറും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ ആവശ്യം അനുസരിച്ചെത്തുന്ന അപേക്ഷ അനുസരിച്ചെത്തുന്ന പാവപ്പെട്ടവർക്ക് അദ്ദേഹം എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യും. 2 പെൺമക്കളാണുള്ളത്. പെൺമക്കൾക്ക് വീട് വെക്കാൻ സഹായിക്കും. അപ്പോൾ തന്നെ തൻ്റെ വീടും ആകെ വലിയ പ്രശ്നത്തിലാണ്. വീടൊന്നും പണിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അദ്ദേഹം നിലവിൽ താമസിക്കുന്ന കുടുംബ വീട്ടിലാണ്. ആ കുടുംബ വീട്ടിൽ തന്നെ അദ്ദേഹം 10 പേരോളം താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടൊന്നും വലുതാക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും ലളിത ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന് ഈ ലോട്ടറി ടിക്കറ്റ് അടിച്ചത് വലിയ ഞെട്ടലുണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. ഹാഷ്മി എന്താണെങ്കിൽ 76ാമത്തെ വയസ്സിലാണ് വിശ്വംഭരൻ എന്ന ഒരു സാധാരണക്കാരനെ തേടി വലിയ ഭാഗ്യം എത്തിയത്. കുറേ കോടികൾ വന്നിട്ട് വിശ്വംഭരൻ ചേട്ടൻ അങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ കോടികളിലൊപ്പം ഒരു 5000 രൂപ, അപ്പോൾ ഭാഗ്യത്തിൻ്റെ എത്രത്തോളം, അപ്പോൾ ആ പണം കൃത്യമായി വിനിയോഗിക്കാൻ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയട്ടെ വിശ്വംഭരൻ ചേട്ടൻ എന്ന് ആശംസിക്കുകയാണ്. അതൊരു പ്രശ്നം പറയുന്നത്. K2 എക്സാം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മഴയായതുകൊണ്ട് കറണ്ടുമില്ല, എക്സാം സെൻറ്ററിലേക്ക് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, മീഡിയയ്ക്ക് അധികൃതർ ഇത് അറിയിച്ചുകൂടെ എന്ന് പറയുകയാണ്. എന്തായാലും അങ്ങനെ പെരുമഴയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ആലോചിക്കുമെന്നറിയില്ല. എന്തെങ്കിലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഉറപ്പായും വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ നിങ്ങളെ അറിയിക്കും. ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ സ്റ്റാർട്ടപ്പ് അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച അഗ്നിബാണാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. നിയന്ത്രിത പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇന്ന് പുലർച്ചെ. നിലവിൽ ക്രയോജനിക് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ദ്രവീകൃത ഓക്സിജന്റെ ഹൈഡ്രജൻ എന്നിവയ്ക്ക് പകരം ശുദ്ധീകരിച്ച മണ്ണെണ്ണയും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഓക്സിജനുമാണ് സെമി ക്രയോജനിക്കിൽ ഉപയോഗിക്കുന്നത്. ഇന്ന് ബഹിരാകാശ പര്യവേഷണ രംഗത്തെ ചെലവ് ഗണ്യമായി കുറയ്ക്കൽ സഹായകമാവും. സെമി ക്രയോജനിക് വിക്ഷേപണ വിജയം മികച്ച നേട്ടമാണെന്ന് ISRO അറിയിച്ചു. AKG സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. KPC ഓഫീസിന് നേർക്കുണ്ടായ DYFI പ്രതിഷേധത്തിന്റെ വൈരാഗ്യത്തിലാണ് AKG സെന്ററിന് നേർക്ക് ബോംബ് എറിഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ 2 പ്രതികളെ പിടികൂടിയിട്ടില്ല. AKG സെന്ററിന് നേരെ ബോംബേറുണ്ടായി 22 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി V ജിതിനാണ് ബോംബെറിഞ്ഞതെന്നാണ് കുറ്റപത്രം. ജിതിന് സ്കൂട്ടർ എത്തിച്ച് നൽകിയതും ആക്രമണശേഷം തിരികെ കൊണ്ടുപോയതും കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന T നവ്യയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഈ 2 പേർക്കെതിരെയുള്ള 1ാം ഘട്ട കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് 2 ആഴ്ച മുൻപ് CPM DYFI പ്രവർത്തകർ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടി എന്ന രീതിയിലാണ് ബോംബേർ ആസൂത്രണം ചെയ്തതെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസിന് ജില്ലാ സെക്രട്ടറിയായിരുന്ന സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിന് ജിതിനോട് നിർദ്ദേശിച്ചതും ബോംബ് ഉൾപ്പെടെ എത്തിച്ചു നൽകിയതും. സുഹൈലിന്റെ ഡ്രൈവറായ സുധീഷിന്റേതാണ് ബോംബെറിയാനെത്തിയ സ്കൂട്ടർ. വിദേശത്തേക്ക് കടന്നതിനാൽ ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. അതിനാൽ ഇവർക്കെതിരെ വീണ്ടും പ്രത്യേക കുറ്റപത്രം നൽകും. 24 തിരുവനന്തപുരം. അതാ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, തോമസ് കുട്ടി ഉമ്മൻ ആ മെമ്മറി കാർഡ് എന്തായിരുന്നു? മെമ്മറി കാർഡ് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ്. സ്വാമി വാതകാനന്ദ കള്ളപ്പേരാന്ന് തോന്നുന്നു, പറയുകയാണ് വിശ്വംഭരൻ ചേട്ടൻ വിഷു ബമ്പറൻ ചേട്ടനായി. എന്തായാലും സ്വാമി വാതകാനന്ദ എന്ന പേരുള്ളതാണെങ്കിൽ അല്ലെങ്കിലും ആ സംഭവം കൊള്ളാം. വിശ്വംഭരൻ ചേട്ടൻ വിഷു ബമ്പറൻ ചേട്ടനായി. KSUവിലെ തമ്മിൽത്തല്ലിനിടെ പ്രവർത്തകർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KSUവിൻ്റെയും പൈതൃകവും സംസ്കാരവും ബലി കൊടുക്കുന്നത് പ്രസ്ഥാനത്തോട് ചെയ്യുന്ന അനീതിയാണ്, സമൂഹത്തിന് മാതൃകയാവണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ KC വേണുഗോപാൽ വ്യക്തമാക്കി. KSU തമ്മിലടിയിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് K സുധാകരനും പ്രതികരിച്ചു. KSU സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് KC വേണുഗോപാലിന്റെ വിമർശനവും ഓർമ്മപ്പെടുത്തലും.
KSUവിന്റെ പൈതൃകവും സംസ്കാരവും ബലികൊടുക്കുന്നത് പ്രസ്ഥാനത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറഞ്ഞ വേണുഗോപാൽ പ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാവണമെന്നും വ്യക്തമാക്കി. അതേസമയം KSU ക്യാമ്പിലെ തമ്മിലടിയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. നടപടി ഉണ്ടാകും. അഖിലേന്ത്യാ കമ്മിറ്റി നടപടിയെടുക്കും. അത് അലോഷ്യസിനെതിരോ എന്തോ ഇതെല്ലാണെന്നൊന്നും എനിക്കറിയില്ല. അത് ഓൾ ഇന്ത്യ കമ്മിറ്റി നടപടിയെടുക്കും. ക്യാമ്പിലുണ്ടായ സംഘർഷത്തിൽ KPCC നിയോഗിച്ച അന്വേഷണ സമിതി ഇന്നോ നാളെയോ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടി. 24 തിരുവനന്തപുരം. എബി സെബാസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശക്തമായ മഴ തുടർന്നാൽ സ്കൂൾ തുറക്കുന്ന ഒരാഴ്ച കൂടി വൈകിപ്പിച്ചുകൂടെ? തുറന്നിട്ട് രാവിലെ അവധി പ്രഖ്യാപിച്ചാൽ ബുദ്ധിമുട്ടാവില്ല എല്ലാവർക്കും? അങ്ങനെ പെരുമഴയൊക്കെ ആണെങ്കിൽ രാവിലത്തെ അവസ്ഥയൊക്കെ കുറച്ച് ഭീകരാവസ്ഥയാണെങ്കിൽ ആലോചിക്കാവുന്നതാണെന്ന് തോന്നുന്നു എബി സെബാസ്റ്റ്യൻ്റെ ആ നിർദ്ദേശം. എന്താണ് ഹാഷ്മി സാർ, ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച ജെറിനാണ്, എന്താണ് വിശേഷങ്ങൾ? ഒരിക്കൽ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് കണ്ടില്ല. ജെറിനെ ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ട് ഒരു എന്തായാലും ഇറങ്ങാം. കുറേ നാളെ അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കും, നടക്കുന്നില്ല. അതുകൊണ്ടാണ്. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടത്തിപ്പിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പരിപാടിക്കായി LED വാളുകൾ നൽകിയ പിക്സൽ മീഡിയ എന്ന സ്ഥാപനമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കരാർ പ്രകാരം നൽകാനുള്ള 77 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് ഹർജി. സർക്കാരിന് പുറമെ സംഘാടകരായ അമ്യൂസിയവും ശാസ്ത്ര സാങ്കേതിക കൗൺസിലും എതിർകക്ഷികളാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി LED വാളുകൾ ഉൾപ്പെടെ നൽകിയ പിക്സൽ മീഡിയ സ്ഥാപനമാണ് പണം നൽകാതെ വന്നതോടെ പ്രതിസന്ധിയിലായത്. അമ്യൂസിയം ആർട്ട് സയൻസുമായുള്ള കരാർ പ്രകാരം പിക്സൽ മീഡിയയ്ക്ക് നൽകേണ്ടത് 82,89,723 രൂപ. ഇതിൽ 5 ലക്ഷം അഡ്വാൻസായി നൽകി. ബാക്കി തുകയായി ഇനി കിട്ടാനുള്ളത് 77,89,723 രൂപ. സംഘാടകർ പണം നൽകാതെ വന്നതോടെയാണ് സ്ഥാപനം ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനും അമ്യൂസിയം ആർട്ട് സയൻസിനുമെതിരെയാണ് റിട്ട് ഹർജി. കേസ് ജൂൺ 11 പരിഗണിക്കും. അതേസമയം ഫെസ്റ്റിനായി ജോലി ചെയ്ത വോളണ്ടിയേഴ്സിനും ഇന്റേണുകൾക്കും പണം നൽകിയില്ല. 849 പേർക്കായി നൽകാനുള്ളത് 17,33,598 രൂപ. പണം കാത്ത് കഴിയുന്നതിലേറെയും വിദ്യാർത്ഥികൾ. ഇങ്ങനെ പൈസ തരില്ല എന്നുള്ളൊരു ഇതൊരിക്കലും നമ്മൾ തോന്നിയിട്ടില്ലായിരുന്നു നമുക്കവിടെ. ഇത് നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണ്, ഞാനും ഇവനും 4th ഇയർ സ്റ്റുഡൻസ് ആണ് SCTയിൽ. അപ്പം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ മൊത്തത്തിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടനെ ന്യായമൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. അപ്പം നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു. അതായത് അവരുടെ ഫണ്ടിന് ഇഷ്യൂ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അത് എന്തെങ്കിലും സോൾവ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതൊരിക്കലും മാറിയില്ല. മാറുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇന്ന സമയത്ത് കിട്ടത്തില്ല അങ്ങനെ പറയാനുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. പണത്തിനായി കയറിയിറങ്ങി മടുത്തവരാണ് ഒടുവിൽ കോടതിയെ സമീപിച്ചത്. കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് തോന്നക്കലിലെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. അഭിമാനമായി ഉയർത്തിക്കാട്ടാവുന്ന പദ്ധതിയെയാണ് പരാതി പ്രളയത്തിൽ മുക്കിയത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് വിഷയത്തിൽ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദ്യങ്ങളുമായി ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറം. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എന്നാണ് പണം നൽകുക എന്നാണ് ആദ്യ ചോദ്യം. 100-ലധികം പേർക്ക് പണം നൽകാത്തത് അതിശയമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്തകളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും ലൂക്ക് ജെറം ചോദിക്കുകയാണ്. 24 വാർത്ത ടാഗ് ചെയ്ത എക്സിലാണ് ലൂക്കിന്റെ പ്രതികരണം. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്ന്. പ്രതീഷ്, പണിയെടുത്തവർക്ക് പൈസ നൽകിയില്ല എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു നാണക്കേടുണ്ടാക്കി എന്ന് വിലയിരുത്താവോ? ഹാഷ്മി, തീർച്ചയായും. കാരണം കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു, അവിടെ മ്യൂസിയം ഓഫ് മൂൺ ഇൻസ്റ്റലേഷൻ നടത്തുന്നു. അതിനുശേഷം മാസങ്ങളായി ഈ സർക്കാരിലും ഒപ്പം സംഘാടകരിലേക്കും പൈസയ്ക്ക് വേണ്ടി കയറിയിറങ്ങുന്ന, അല്ലെങ്കിൽ മെയിലുകളും ഇൻവോയ്സുകളും അയച്ച മടുക്കുകയാണ് ഒരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ ഒരു ചോദ്യങ്ങളുമായി ലൂക്ക് ജെറം രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ 25 ലക്ഷത്തിലധികം രൂപയായിരുന്നു ആകെ ചെലവായി മ്യൂസിയം ഓഫ്
ഇൻസ്റ്റലേഷന് വേണ്ടി പറഞ്ഞിരുന്നത്. ഇതിൽ 5 ലക്ഷം അഡ്വാൻസ് മാത്രമാണ് നിലവിൽ ഈ ബ്രിട്ടീഷ് ആർട്ടിസ്റ്റിന് നൽകിയിട്ടുള്ളത്. ബാക്കി 19 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് സംഘാടകരോട് പലതവണ ആവശ്യപ്പെട്ടത്. പക്ഷേ കൃത്യമായൊരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ പണം പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു മറുപടി മാത്രമാണ് അവസാന ഘട്ടത്തിലും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പങ്കാളികളായ സർക്കാരിനോട് തന്നെ ഇപ്പോൾ ചോദ്യങ്ങളുമായി ലൂക്ക് ജെറോം രംഗത്ത് വന്നത്. സാമൂഹിക മാധ്യമമായ എക്സിലാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 100-ലധികം പേർക്ക് ഈ പണം നൽകാനുണ്ട്. ഒപ്പം ഇത് ഇത്തരത്തിൽ പണം നൽകാനുള്ളൊരു കാര്യം അതിശയിപ്പിക്കുന്നുവെന്നും ഈ പണം എന്നാണ് നൽകുക എന്നതുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ലൂക്ക് ജെറോം ചോദിക്കുന്നത്. 24 വാർത്ത ടാഗ് ചെയ്തുകൊണ്ടാണ് എക്സിൽ ലൂക്ക് ജെറോം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ലൂക്കിനെ പോലെ തന്നെ നിരവധി ആളുകളാണ് പണം കാത്ത ഇപ്പോഴും കഴിയുന്നത്. എന്തായാലും ആ മൂൺ ഇൻസ്റ്റലേഷൻ ഒരുപാട് പേർക്ക് ആവേശമായ, ഒരുപാട് വൈറലായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ അതിൻ്റെ കലാകാരന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന നാണക്കേടാണ്. കൊടുക്കേണ്ടതാണ് സ്കൂളിലേക്ക്. പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണാൻ നല്ല ചേലാണ്. എന്നാൽ അവരുടെ തോളിൽ കിടക്കുന്ന ബാഗിൻ്റെ ഭാരം എത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടിയുടെ ശരീരഭാരത്തിൻ്റെ 15%-ലധികം ബാഗിന് ഭാരം പാടില്ല എന്ന നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം നിലവിൽ നടക്കുകയാണ്. കുട്ടികളുടെ ശരീരഭാരത്തിന്റെ 15%-ൽ താഴെയായിരിക്കണം സ്കൂൾ ബാഗിന്റെ ഭാരമെന്നാണ് നിയമം. പക്ഷേ സ്കൂളുകളിലെ ടൈം ടേബിളുകൾ പലപ്പോഴും ബാഗുകളുടെ ഭാരം വർദ്ധിപ്പിക്കുന്നു. ഇത് 3-ാം ക്ലാസ്സുകാരൻ എയ്തൻ. ശരീരഭാരം 25 കിലോ. ടൈം ടേബിൾ പ്രകാരം ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോകേണ്ട വിഷയങ്ങൾ 6, പിന്നെ ട്യൂഷനും. കിലോ ഭാരമുള്ള ഒരു കുട്ടിയുടെ ബാഗിന്റെ ഭാരം 3 കിലോഗ്രാമിൽ കൂടാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷേ ബുക്കുകളും ഭക്ഷണവും എല്ലാം ആകുമ്പോൾ ഇത് പലപ്പോഴും പ്രാവർത്തികമാകാറില്ല. 2-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് നൽകരുതെന്നാണ് നിയമത്തിൽ പറയുന്ന മറ്റൊരു വ്യവസ്ഥ. 3 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ പരമാവധി 2 മണിക്കൂർ വരെ ഹോംവർക്ക് നൽകാവൂ എന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിയമത്തിൽ മാത്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ഘട്ടത്തിലിറക്കിയ ഉത്തരവ് പ്രകാരം കുട്ടിയുടെ ശരീരഭാരത്തിന്റെ 15% മാത്രമേ സ്കൂൾ ബാഗുകൾക്ക് ഭാരമുണ്ടാകാവൂ എന്നാണ് നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഇത് പലപ്പോഴും കടലാസ് രേഖയായി മാറുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാസ്കറിനൊപ്പം അരുൺ രാജ്, 24. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ജൂൺ 4-ന് ശേഷം മോദിക്ക് സ്ഥിരമായി ധ്യാനിക്കാം എന്ന് പറയുകയാണ് ജയറാം രമേശ്. അവിടെ വാർത്താ സമ്മേളനത്തിലാണ് പറയുന്നത്. അപ്പോൾ മോദിയുടെ ധ്യാനവും അടുത്ത ഇനി ഒറ്റഘട്ടം മാത്രം ബാക്കി നിൽക്കെ ഇലക്ഷൻ്റെ ട്രെൻഡ് എന്താണ് എന്നതൊക്കെ നമുക്ക് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിൽ കാണാം. തൽക്കാലം നമ്മുടെ ഈ ഉച്ചവാർത്ത യാത്ര പൂർണ്ണമാവുന്നു.